യുപിയിലെ സംഭലിൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പുരാവസ്തു ഖനനം പുരോഗമിക്കുകയാണ്. ചണ്ടൌസിയിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് നടന്ന പരിശോധനയിൽ പഴയ കുളത്തിന്റെ ഭാഗങ്ങളും വലിയ പടവുകളും കണ്ടെത്തി. 150 വർഷം പഴക്കമുണ്ടാകാം ഇതിനെന്നാണ് കളക്ടർ വ്യക്തമാക്കിയത്. ഷാഹി ജുമാ മസ്ജിദ് തർക്കത്തെ തുടർന്ന് 24 ഇടത്താണ് ESA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. 400 സ്ക്വയർ മീറ്ററിലാണ് മണ്ണ് മൂടിപ്പോയ കുളപ്പടവുകൾ കണ്ടെത്തിയത്. ഇതിന് ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ടാകുമെന്ന് ആർക്കിയോളജി വിദഗ്ധരെ ഉദ്ധരിച്ച് ജില്ലാ കളക്ടർ പറഞ്ഞു. കൂടുതൽ ഭാഗങ്ങൾക്കായുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. 210 സ്ക്വയർ മീറ്ററോളം മേഖലയിൽ പടവുകളുണ്ടെന്നാണ് നിഗമനം. ഇവിടെ ക്ഷേത്രമെന്ന് കരുതുന്ന ചില നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ആർക്കിയോളജി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഖനനം നടത്തുന്നത്. പഴയ നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായുള്ള നിർമ്മിതിയാകാം ഇതെന്നാണ് കണ്ടെത്തൽ. വിശാലമായ കുളത്തിലേക്കുള്ള പടവുകളാണിതെന്നും പ്രദേശത്തെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ വ്യക്തമാക്കി. നേരത്തെ കൽക്കി വിഷ്ണു ക്ഷേത്രമെന്ന് അവകാശപ്പെടുന്ന ഒരു നിർമ്മിതി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞയാഴ്ച ജില്ലാ ഭരണകൂടം വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. സമീപത്തെ വീടുകളും പരിസരങ്ങളിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന കുറച്ച് ദിവസമായി തുടരുകയാണ്. പലതും മണ്ണ് മൂടിപ്പോയ അവശിഷ്ടങ്ങളും ചിലത് കയ്യേറി മറ്റ് നിർമ്മാണം നടത്തിയതുമാണ്. കളക്ടർ രാജേന്ദ്ര പെൻസിയയുടെ നേതൃത്വത്തിലാണ് ബുൾഡോസർ ഉപയോഗിച്ച് മേഖലയിലെ കയ്യേറ്റങ്ങൾ പൊളിക്കുന്നതും പഴയ നിർമ്മിതികൾ കണ്ടെത്തുന്നതും. 24ഓളം സ്ഥലങ്ങളിലാണ് ASI ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നത്. ഷാഹി ജമാ മസ്ജിദ് തർക്കത്തെ തുടർന്നുണ്ടായ സർവേക്ക് ശേഷം മേഖലയിൽ പലയിടത്തും ജില്ലാ ഭരണകൂടം പരിശോധന നടത്തുന്നുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.